ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താകും തെളിവെടുപ്പിനായി പെരുമ്പാവൂരിലെത്തിക്കുക. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, ഇയാളെ 3 മണിയോടെ പെരുമ്പാവൂരിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 15 ദിവസത്തെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടും. ഒപ്പം തന്നെ സുരക്ഷയടക്കമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയാണ് മനു. 3 മണിയോടെ കോടതിയിലേക്ക് ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നേരത്തെ അല്പം മുമ്പ് ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വന്ന SP ഉണ്ണിരാജൻ പറഞ്ഞത്. ആലുവ പോലീസ് ക്ലബ്ബിൽ ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ തന്നെ പ്രതി ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 10:30 വൈദ്യപരിശോധനയ്ക്കായി മെഡിക്കൽ സംഘം ഇവിടെ എത്തിയിരുന്നു. വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും കോടതിയിൽ കൊണ്ടുപോകാം എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് മുൻപ് വരെ കൊണ്ടുപോകുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് SP ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 മണിക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് സമർപ്പിക്കും. 15 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും പോലീസ് ആവശ്യപ്പെടുക. വളരെ വിശദമായ രീതിയിൽ തെളിവെടുപ്പ് പോലീസിന് നടത്തേണ്ടതുണ്ട്. പ്രതി ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നത് സംബന്ധിച്ച് പോലീസിന് വിശദമായി ചോദ്യം ചെയ്തറിയേണ്ടതുണ്ട്. നിലവിൽ ചില കാര്യങ്ങൾ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വിശദമായ രീതിയിൽ തന്നെ പോലീസിനെ ചോദിച്ചറിയണം. പ്രത്യേകിച്ച് കൂടുതൽ ആയുധങ്ങൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ഈ ആയുധങ്ങൾ കൂടുതൽ ഉപേക്ഷിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തെളിവെടുപ്പ് സമയത്തായിരിക്കും പോലീസിനോട് പ്രതി കൂടുതലായി വെളിപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന് കൂടുതൽ സമയമെടുക്കും, ചോദ്യം ചെയ്യലിനും കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അത് കോടതി അംഗീകരിക്കണം. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ തന്നെ കസ്റ്റഡി അപേക്ഷയും പോലീസ് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ തെളിവെടുപ്പ് വളരെ സുരക്ഷ ഒരുക്കിയിട്ട് തന്നെയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. കാരണം ആളുകൾ അക്രമാസക്തരാവാനുള്ള സാധ്യത ഉണ്ട്. തെളിവെടുപ്പ് സമയത്ത് വലിയ സംഘർഷ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 3 മണിക്ക് തന്നെ കൃത്യം പ്രതിയെ ഇവിടെ നിന്ന് ഇറക്കും. മനു, തീർച്ചയായിട്ടും ഉമേഷ്, അതുതന്നെ മറ്റൊന്ന്, പ്രതിയുടെ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ആലുവ പോലീസ് ക്ലബ്ബിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മെഡിക്കൽ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ വിവരങ്ങൾ എന്താണ്? മനു, മെഡിക്കൽ പരിശോധന പൂർത്തിയാതെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായ ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ആലുവ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലോ ചെന്ന് നേരിട്ട് പ്രതിയെ കൊണ്ടുചെന്ന് വൈദ്യപരിശോധന നടത്തുകയാണ് വേണ്ടത്. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഡോക്ടർമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു വൈദ്യപരിശോധന നടത്തിയത്. ഇന്നത്തെ നടപടിക്രമം എന്ന് പറയുന്നത് വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് മാത്രമാണ്. കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കലും ഉണ്ടാകും. അതുകൂടാതെ മറ്റു ചില വാർത്തകൾ വരുന്നത് ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയ്ക്കെതിരെയും ഏജന്റിനെതിരെയും പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പല വിവരങ്ങളും മറച്ചുവെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ DGP IG ആണ് ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ IG അങ്ങോട്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷാണ് ആലുവയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ചിലർ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അവരുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരടക്കം വലിയൊരു സംഘം തന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ, ഒരുപക്ഷെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ പ്രതികരണം ലഭ്യമാകാത്തത്. എങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമാകുമെന്ന് തന്നെ കരുതുന്നു. ആലുവ പോലീസ് ക്ലബ്ബിൽ പ്രതിയുടെ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി. 3 മണിയോടുകൂടി പ്രതിയെ പെരുമ്പാവൂരിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. സുരക്ഷാ സ്ഥിതി അടക്കമുള്ള സങ്കീർണമായ സാഹചര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിസങ്കീർണമായതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ക്ലബ്ബിലേക്ക് ഡോക്ടർമാരെ വിളിച്ചു വരുത്തി മെഡിക്കൽ പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്. ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി സങ്കീർണമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഈ വിവരം ഒളിപ്പിച്ചു വച്ച ആളുകൾക്കെതിരെ അടക്കം കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഈ കെട്ടിടം, അമീറുൽ താമസിച്ചിരുന്ന കെട്ടിടം ഉടമ, ഒപ്പം തന്നെ അമീറുലിനെ കൊണ്ടുവന്ന ഏജന്റ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ നേരത്തെ പോലീസ് വിളിപ്പിച്ചപ്പോൾ ഈ അമീറുൽ ഇങ്ങനെയൊരു തൊഴിലാളി മിസ്സായ കാര്യം ഇവർ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് മറച്ചു വച്ചതിനെതിരെ ഇവർക്കെതിരെ കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറ്റൊന്ന്, അസമിലുള്ള ഒരു സുഹൃത്തിനെ പോലീസ് തിരയുന്നുണ്ട്. അസമിലുള്ള അന്വേഷണ സംഘമാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം ഇയാളുമൊത്ത്, ഈ അസമിലുള്ള സുഹൃത്തുമൊത്ത് അമീറുൽ ഭക്ഷണം കഴിച്ചിരുന്നു എന്ന തരത്തിൽ അടക്കമുള്ള
വാർത്തകൾ പുറത്തു വന്നത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അമീറുലിനെ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞു. ഇനി 3 മണിയോടുകൂടി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂരിലെ കോടതിയിലേക്ക് കൊണ്ടുപോകും. 15 ദിവസത്തെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അവിടെ ആവശ്യപ്പെടും. ജീവൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്ന് തത്സമയം. ജീവൻ, ഇത്തരത്തിൽ പ്രതി പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞു. പക്ഷേ കോടതിക്ക് മുന്നിൽ കേസ് നിൽക്കണമെങ്കിൽ അത് കൃത്യമായി ഫ്രെയിം ചെയ്യാൻ കഴിയുന്ന തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ DGPയുടെ പ്രതികരണം കൂടി നമുക്ക് വന്നിരുന്നു. അതായത് ഇനിയുള്ള നടപടികളിലൊക്കെ മേൽനോട്ടം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മനു, പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് ഒരുപക്ഷെ സംസ്ഥാന പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ സംസ്ഥാന പോലീസിനെ ഏറ്റവും അധികം കുഴക്കിയ ഒരു കേസ് കൂടിയാണ് എന്ന് പറയേണ്ടതായി വരും. എത്രയോ സമർത്ഥമായ കേസുകൾ, യാതൊരു തുമ്പുമില്ലാതെ തെളിയില്ല എന്ന് കരുതിയ പല കേസുകളും ദിവസങ്ങൾ കൊണ്ട് പിടിച്ച കേരള പോലീസിന് ഒരുപക്ഷെ ഒരു തീരാത്തലവേദന പോലെ നിന്നൊരു കേസായിരുന്നു ഇത്. പ്രധാനമായും പോലീസ് നേരിട്ടൊരു പ്രധാന പ്രശ്നം ഈ കേസിൽ ദൃക്സാക്ഷികളില്ലായിരുന്നു എന്നത് തന്നെയായിരുന്നു. കൊല്ലപ്പെട്ട സമയത്തെ സംബന്ധിച്ച് ആ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ തന്നെ കൃത്യമായൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ കൃത്യമായ മൊഴികൾ അല്ലെങ്കിൽ കേസിന് ഉപോത്ബലകമായി സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴികൾ പോലീസിന് കിട്ടാതിരുന്നത് പോലീസിൻ്റെ അന്വേഷണത്തെ വലിയ രൂപത്തിൽ കുഴക്കിയിരുന്നു. എന്നാൽ പ്രതിയുടെ DNA ജിഷയുടെ വസ്ത്രത്തിൽ നിന്നും കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ലഭ്യമായിരിക്കുന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യ തെളിവായി, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരു തെളിവായി, ദൃക്സാക്ഷികളെക്കാൾ വലിയ ഒരു കണ്ണായി ഒരുപക്ഷെ ഈ കേസിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ വരാൻ പോകുന്നത്. പക്ഷേ പോലീസ് കരുതുന്നത് പോലെ, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ സംശയം പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഉള്ള വാർത്തകൾ അത്ര വേഗം വിശ്വസിക്കാൻ സാധ്യമുള്ള കാര്യങ്ങളല്ല. ഞാൻ നമ്മുടെ ചാനലുകളിലടക്കം വരുന്ന വാർത്തകൾ കൂടെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കനാലിൽ ഒരു സ്ത്രീ കുളിക്കുന്നതിനിടെ അമീറുൽ ഇസ്ലാം ഒളിഞ്ഞു നോക്കിയെന്നും അത് കണ്ട് ജിഷ ചിരിച്ചുവെന്നും തുടർന്ന് ജിഷയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതൊക്കെ അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇതിൽ കുറെ കൂടെ ഫാക്ട് ഫൈൻഡിംഗ് ആയ ഒരു FIR അല്ലെങ്കിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് ഇനി പോലീസ് സംഘം കടക്കേണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉദാസീനത മൂലം നിരവധി തെളിവുകൾ നഷ്ടമായിരുന്നു. കാരണം പ്രതിയുടെയും ജിഷയുടെ അമ്മയുടെയും മാത്രം വിരലടയാളങ്ങൾ കാണേണ്ട പെരുമ്പാവൂരിലെ വീട്ടിനുള്ളിൽ നിന്നും 500-ലധികം പേരുടെ വിരലടയാളങ്ങൾ കിട്ടി എന്നത് തന്നെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ച ഏറ്റവും വലിയ ഉദാസീനതയുടെ തെളിവാണ്. കാരണം ഒരു സംഭവം ഉണ്ടായാൽ, ഒരു മർഡർ ഉണ്ടായാൽ അവിടെ ആദ്യമെത്തുന്ന പോലീസ് സംഘം ആ വീട് സീൽ ചെയ്യാനും അത് പോലീസിൻ്റെ ബന്ദോബസ്തിൽ സൂക്ഷിക്കാനുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ശ്രമിക്കേണ്ടിയിരുന്നത്. അത് ശ്രമിക്കാതെ 5 ദിവസങ്ങൾക്ക് ശേഷം വീട് സീൽ ചെയ്തതിലൂടെ നിരവധി ആളുകളുടെ കൈരേഖാ പാടുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകളടക്കം കോടതിയിൽ ബോധ്യപ്പെടുത്തുന്ന ഏത് തരത്തിലുള്ള നടപടികളിലേക്കാകും ഇനി പോലീസ് നീങ്ങുക? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി. മനു, ഈ കേസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു എവിഡൻസ് ഇതിൽ ഉണ്ടാവാൻ പോകുന്നത് പ്രതിയുടെ DNA പരിശോധനാ ഫലം തന്നെയാണ്. കാരണം 3 സാധ്യതകളാണ് ഇതിന് മുന്നിൽ പോലീസിന് മുന്നിലുള്ളത്. ഒന്ന്, ഫാക്ട് ഫൈൻഡിംഗ് ആയി ഇത് തെളിയിക്കുന്നതിനായി ജിഷയുടെ വസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന പ്രതിയുടെ ഉമിനീർ, അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. വേണമെങ്കിൽ പ്രതിഭാഗം അഡ്വക്കേറ്റിന് വേറൊരു തരത്തിൽ അത് ആർഗ്യൂ ചെയ്യാം. കാരണം ജിഷയെ ആംബുലൻസിലേക്ക് മരണപ്പെട്ടിരിക്കുന്ന ജിഷയെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ വല്ലാത്ത ദുർഗന്ധമുണ്ടായിരുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉമിനീർ വസ്ത്രത്തിലേക്ക് തെറിച്ചു വീണതാവാം എന്നൊരു വാദം ഉയർത്തിയാൽ പോലും ജിഷയുടെ നഖത്തിനുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കോശങ്ങൾ കൃത്യമായി ഒരു തെളിവാണ്. തീർച്ചയായും ജിഷ പ്രതിയുടെ ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ പ്രതിയുടെ തൊലിയാണ് ജിഷയുടെ നഖത്തിനിടയിൽ
ഇടയിലുണ്ടായിരുന്നത്. നഖത്തിനിടയിലുണ്ടായിരുന്ന DNA-യും വസ്ത്രത്തിൽ പുരണ്ടിരിക്കുന്ന DNA-യും ഒന്ന് തന്നെയാണ് എന്ന് വരുന്നതോടെ ഇത് കൊലപാതകയുടെ DNA ആണ് എന്ന് പ്രോസിക്യൂഷന് സംശയാതീതമായി തന്നെ ഈ കാര്യത്തിൽ തെളിയിക്കാനാവും. കൂടാതെ അമിനുൽ ഇസ്ലാം എന്ന വ്യക്തിയുടെ രക്തം ജിഷയുടെ കട്ടിളപ്പടിയിൽ നിന്നും ജിഷയുടെ വീടിൻ്റെ കട്ടിളപ്പടിയിൽ നിന്നും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 തരം DNA ആണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഈ DNA-യോട് മാച്ച് ചെയ്യുന്നതാണ് അമിനുൽ ഇസ്ലാമിൻ്റെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ഇപ്പോൾ കസ്റ്റഡിയിലായതിനു ശേഷം പുറത്തെത്തിച്ചിരിക്കുന്ന DNA എങ്കിൽ ഈ DNA തെറ്റാനുള്ള 99.9 ജീവൻ ഒരു നിമിഷം നിൽക്കുക. ഞാൻ ജീവനിലേക്ക് വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ഉമേഷ് കൂടി മറ്റു ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ നമ്മുടെ ആലുവയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റു നടപടികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിട ഉടമസ്ഥ, ഈ അമറുൽ താമസിച്ചിരുന്ന കെട്ടിട ഉടമസ്ഥനെ എതിരെ കേസെടുത്തേക്കും. അപ്പോൾ ഇയാളെ കൊണ്ടുവന്ന ഏജന്റിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഇവരടക്കമുള്ളവരെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനായി വിളിച്ച സമയത്ത് ഈ അമറുൽ മിസ്സിംഗ് ആയ കാര്യം ഇവർ മറച്ചു വച്ചിരുന്നു. അതിനെതിരെ കേസെടുക്കാം. മറ്റൊന്ന്, ഈ ഒരു സുഹൃത്ത്, അസമിലുള്ള ഒരു സുഹൃത്തിനെ പോലീസ് ഇപ്പോൾ തിരയുന്നുണ്ട്. ഇയാൾ ഈ കൊലപാതകത്തിന്റെ തലേദിവസം ഈ അമറുൽ ഇസ്ലാം ഈ സുഹൃത്തുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മനു, പ്രധാനമായും ഈ 2 പേർക്കെതിരെ കേസെടുക്കും. മനു സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയും ഏജൻറ്റും, ഈ 2 പേർക്കുമെതിരെ കേസെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം ഇവർ വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പല തവണ ഇവരെ ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്നെ ഇയാളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസെടുക്കും. അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇയാളുടെ സുഹൃത്ത്, അത് ആസാംകാരൻ തന്നെയാണ്. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ കൊലപാതകം നടന്നതിൻ്റെ ആ സമയം അതല്ലെങ്കിൽ തലേ ദിവസമെല്ലാം ഇവർ ഒരുമിച്ചാണ് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് ശേഷം ഈ വിവരം ഇയാളുടെ ഈ സുഹൃത്തിനോട് പറഞ്ഞിരിക്കാം എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ സുഹൃത്തിനും അറിയുമായിരിക്കും. കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണവും അല്ലെങ്കിൽ കൊലപാതകം ചെയ്തത് അമീറുൽ ഇസ്ലാമിന് അറിയാവുന്നതുപോലെ തന്നെ ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ ഈ സുഹൃത്തിനോടും ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ടാകും എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച ഈ 2 പേർക്കെതിരെയും പോലീസ് കേസെടുക്കും. നേരത്തെ ഇതിന് മുൻപുണ്ടായിരുന്ന അന്വേഷണ സംഘമാണെങ്കിൽ തന്നെ ഈ അന്വേഷണ സംഘത്തോടൊന്നും തന്നെ മുഴുവൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. വിവരങ്ങൾ മറച്ചുവെച്ചു. ഇയാൾ ഒളിവിൽ പോയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഏജൻറ്റോ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതി ഇപ്പോഴുമുള്ളത് ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെയാണ്. ഇവിടെ നിന്ന് 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകും. പിന്നീട് തെളിവെടുപ്പിന് കൊണ്ടുപോകാനായും കൂടുതൽ ചോദ്യം ചെയ്യലിനും വേണ്ടിയും പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചാൽ ഇന്ന് തന്നെ കോടതി അനുവദിക്കുമോ എന്നറിയില്ല. ഏതായാലും 15 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക. ഇന്ന് തന്നെ അനുവദിച്ചാൽ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കും പിന്നീട് തെളിവെടുപ്പ് പോലുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. മനു, തീർച്ചയായിട്ടും തിരികെ വരാം ഉമേഷ്. മറ്റു വാർത്തകളിലേക്ക്. മുൻ മന്ത്രി KC ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണം. മന്ത്രിയായിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിലാണ് നടപടി. വിവരങ്ങളുമായി ജോഷില ചേരുന്നു കണ്ണൂരിൽ നിന്നും. ജോഷില, ആര് സമർപ്പിച്ച പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ പരാതിയിൽ പറയുന്ന ഉള്ളടക്കം എന്താണ്? മനു, മുൻ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കൂർ MLA-യുമായ KC ജോസഫിനെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ AK ഷാജി എന്നയാൾ നൽകിയ പരാതിയിലാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മെയ് 2-നായിരുന്നു കേസ് ഫയൽ ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2011 KC ജോസഫ് ഇരിക്കൂറിൽ MLA-ആയി മത്സരിക്കുന്ന സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ KC ജോസഫ് നൽകിയ സ്വത്ത് വിവരങ്ങളും അതുപോലെ തന്നെ 2016 ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്ത് വിവരങ്ങളും തമ്മിൽ വൻ വ്യത്യാസമാണുള്ളത്. ഇത് മന്ത്രിയായിരിക്കെ MLA ആയിരിക്കെ അദ്ദേഹം നടത്തിയ അഴിമതിയിലൂടെയും അതുപോലെ തന്നെ ഭരണ ദുർവിനിയോഗവും നടത്തി സമ്പാദിച്ച പണം ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. AK ഷാജി നൽകിയ പരാതിയിൽ ഇന്നലെ വിജിലൻസ് കോടതി ഉത്തരവിറക്കുകയായിരുന്നു.
18.5 ലക്ഷം രൂപ, അതായത് MLA ആയിരിക്കെ, മന്ത്രിയായിരിക്കെ അദ്ദേഹം സമ്പാദിച്ച അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കണക്കിലെടുത്താലും, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കണക്കിലെടുത്താലും കൂട്ടിയാൽ കിട്ടുന്ന തുക ഇതിലും ഏറെ അധികമാണ് 18.5 ലക്ഷം രൂപ എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ 18.5 ലക്ഷം രൂപ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പറഞ്ഞ തുകയാണ്. ഈ 18.5 ലക്ഷം രൂപ അധികമായി കാണിച്ച തുക എന്ന് പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച തുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ഭരണ ദുർവിനിയോഗം, അതുപോലെ തന്നെ അഴിമതി, ഇതിലൊക്കെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി നൽകിയത്. ഇതിലാണ് തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് വിജിലൻസ് ഡിവൈഎസ്പിയോടാണ് ജൂലൈ 16-നകം അന്വേഷണം നടത്തി കേസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉടൻ നൽകാൻ വേണ്ടി വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. അരുൺ. ശരി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്.